മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ 2 വാഴവിത്തുകൾ ഏത് നിമിഷവും നിലം പതിക്കാവുന്ന തരത്തിൽ നിന്ന 2 വാഴവിത്തുകൾ, ആ വാഴവിത്തുകൾക്ക് സംരക്ഷണം ഒരുക്കുന്ന ഒരു വീഡിയോ നമ്മൾ 1-ാം ഭാഗത്ത് ഇട്ടിരുന്നു. ഇപ്പോൾ ആ വാഴകൾക്ക് പൂർണ്ണമായ ഒരു സംരക്ഷണം നമ്മൾ ഒരുക്കിയിരിക്കുകയാണ്. പൂർണ്ണമായ സംരക്ഷണം നമ്മൾ ഒരുക്കിയിരിക്കുകയാണ്. നല്ല ഒരു മാതൃ സസ്യത്തിൻ്റെ വാഴ. ആ വാഴകൾ വേണമെങ്കിൽ നമുക്ക് അത് പാഴായി പോകത്തക്ക രീതിയിൽ നമുക്ക് നിലനിർത്താമായിരുന്നു. പക്ഷേ ഒരു കർഷകനെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് വളരെയധികം വേദനയുണ്ടാക്കുന്നതാണ്. കാരണം ഇതിൻ്റെ മാതൃവാഴ കുല വെട്ടിയപ്പോൾ ഏതാണ്ട് 650 രൂപയോളം വില കിട്ടുകയുണ്ടായി ഒരു കൊല. അപ്പോൾ അതിൻ്റെ വിത്താണ് ഈ 2 എണ്ണം. മഴയാകുമ്പോൾ പെരിച്ച് നടാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തിയിരുന്ന ഈ വിത്ത് നല്ല 2-3-4 മഴ കിട്ടിയപ്പോഴത്തേന് വളർന്ന് വലുതായി. ഏതാണ്ട് 2 മാസം കൂടി കഴിയുന്നുണ്ടേ ഇത് കൊലയാവത്തക്ക രീതിയിലുള്ള വലുപ്പമെത്തി. അങ്ങനെയുള്ള ഈ വാഴ സംരക്ഷിക്കുമ്പോൾ തീർച്ചയായിട്ടും 2 കൊലകൾ നമുക്ക് ലഭ്യമാകും. 2 മാസം സംരക്ഷണം. 1 മണിക്കൂർ മാത്രം പരിശ്രമത്തിലാണ് ഇതിൻ്റെ ചുവട് ഇത്തരത്തിൽ നമ്മളാക്കിയത്. അപ്പം കയ്യാലയിൽ നിന്ന വാഴ ആയതുകൊണ്ട് തന്നെ ആ തള്ളവാഴയിൽ നിന്നുണ്ടായ വിത്തുകൾ 2 തുണ്ടിലായിട്ടാണ് ആയത്. ആ വിത്താണ് ഇപ്പം നമ്മൾ സംരക്ഷിച്ചത്. ഒപ്പം നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു കാച്ചിൽ കൂടി ഇവിടെ നട്ടു കൊടുത്തു. കാരണം ആ ഭാഗത്ത് നമ്മൾ കരിയില അടുക്കി അതിൻ്റെ മുകളിൽ മണ്ണിട്ട് വീണ്ടും കരിയിലയിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് അങ്ങനെയാണിത് ഇട്ട് വന്നത്. അങ്ങനെ വന്നുകൊണ്ട് ഒരു കാച്ചിലൂടെ നമുക്ക് നടാൻ സാധിച്ചു. ആ കാച്ചിലും നമുക്ക് വിളവ് വരും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് അല്പം വലിയ വാഴകളൊക്കെ ഉണ്ടെങ്കിൽ അത് പാഴായി പോകാതെ, അത് നിലം പൊത്തി പല്ലായി പോകാതെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും. അപ്പം അതിൻ്റെ ചുവട്ടും മണ്ണിട്ട് ഒരു ഊന്ന് കമ്പ് നമ്മൾ സ്ഥാപിച്ചു. ആ ഊന്ന് കമ്പിൽ നമ്മൾ വാഴവള്ളിയിട്ടാണ് കെട്ടിയിരിക്കുന്നത്. കാരണം ഒരിക്കലും കയറിട്ട് നമ്മൾ വാഴയൊന്നും കെട്ടരുത്. കാരണം എന്ന് വെച്ചാൽ ഈ വാഴയൊക്കെ നല്ലവണ്ണം വളരുന്ന ആ സമയത്ത് ഈ പ്ലാസ്റ്റിക് വള്ളി അവിടെ നിന്ന് വാഴ ഒടിഞ്ഞു വീഴാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് വാഴവള്ളിയൊക്കെ ആവുന്നുണ്ടെങ്കിൽ അത് വളരുന്നുണ്ടെങ്കിൽ തന്നെ ഈ വാഴവള്ളി അങ്ങ് ദ്രവിച്ചു പോകും. അപ്പോൾ നമുക്ക് മറ്റൊരു വള്ളിയിട്ട് നമുക്ക് കെട്ടാൻ സാധിക്കുന്നതാണ്. അപ്പം ഈ മഴക്കാലത്ത്, വളരെ പെട്ടെന്നുണ്ടായ ഈ മഴക്കാലത്ത് നമ്മൾ പിരിച്ചു മാറ്റാനൊക്കെ നിർത്തിയിരുന്ന വാഴകളൊക്കെ വളരെ പെട്ടെന്ന് ഇങ്ങനെ വളർന്ന് വലുതായി. അതിൻ്റെ ചുവട്ടിൽ മണ്ണില്ലാതൊക്കെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ മണ്ണ് എടുത്തിടാം. ഇത്തരത്തിൽ മണ്ണ് എടുത്തിടുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഉണ്ടാകുന്നൊരു ഗുണമെന്ന് വെച്ചാൽ ഒരു കാരണവശാലും ഇതിനകത്ത് വളം ചെയ്യരുത്. കാരണം പൂവമ്പാഴയുടെ ചുവട്ടിൽ മണ്ണിടുമ്പോൾ അത് തന്നെ ഒരു വളമാണ്. ആ ഇളകിയ മണ്ണിൽ നിന്ന് തന്നെ ഈ വാഴയുടെ വേരുകൾ ധാരാളമായിട്ട് വളം വലിച്ചെടുക്കും. വളം വലിച്ചെടുത്ത് നല്ല കൊലകൾ നമുക്ക് പ്രദാനം ചെയ്യും. അപ്പം 1 മണിക്കൂറത്തെ ജോലിയേ ഇതിന് എനിക്കുണ്ടായുള്ളൂ. 1 മണിക്കൂർ ജോലി. അപ്പം ഈ പിരിച്ച് നടാൻ വേണ്ടി നിർത്തിയിരുന്ന ഈ വാഴകളൊക്കെ ഇങ്ങനെ വലിയ വാഴകളായി. പിരിച്ച് നടാൻ വേണ്ടി നിർത്തിയിരുന്ന വാഴകൾ ഇതെല്ലാം വലിയ വാഴകളായി. അപ്പോൾ ഇതൊന്നും ഇനിയിപ്പോൾ പിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്തിരുന്നത് വെച്ചാൽ ഇതിനെല്ലാം ഇങ്ങനെ ചുവട്ടിൽ മണ്ണിട്ട് ഇതൊക്കെ വളരെ പെട്ടെന്ന് കൊലകൾ വരുന്ന വാഴകളാണ്. അപ്പോൾ ഇനി ആ കൊല വെട്ടിയതിന് ശേഷം വേണമെങ്കിൽ കുറച്ചുകൂടെ മണ്ണിട്ട് ഒരു പ്രാവശ്യം കൂടെ ഈ വിത്തിൽ നിന്നും കൊല വെട്ടാം. കൊല വെട്ടിയതിന് ശേഷം ഇത് കുറച്ചുകൂടി നികന്ന് വരും വിത്ത്. അപ്പോൾ വേണേൽ പിരിച്ചെടുത്ത് കളഞ്ഞാൽ മതി. പിന്നെ പൂവമ്പാഴയുടെ ഒരു പ്രത്യേകത നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഏത് സമയത്തും ഇത് കുലയ്ക്കുകയും നല്ല കുല തരികയും ചെയ്യും. കാരണം ശക്തമായ ഉണക്കിനെ അതിജീവിക്കാൻ, ശക്തമായ ചൂടിനെ അതിജീവിക്കാനുള്ള പ്രത്യേകമായ ഒരു കഴിവ് ഈ പൂവമ്പാഴകൾക്ക് ഉണ്ട്. അതുപോലെ തന്നെ പൂവമ്പാഴയുടെ വില, ആ കായ്കൾക്ക് കിട്ടുന്ന വില ഒരിക്കലും കുറയത്തില്ല. ഏറ്റവും കുറഞ്ഞത് ഒരു 60 രൂപ എങ്കിലും 1 കിലോ പച്ചക്കായ്ക്ക് വില വരുന്നുണ്ട്. 60 രൂപയിൽ താഴാറില്ല. അതുപോലെ തന്നെ സ്വാദിൻ്റെ കാര്യത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കൊലയാണ് ഈ പൂവമ്പാഴ എന്ന് പറഞ്ഞാൽ. അപ്പം ഈ പൂവമ്പാഴ വിത്ത് വളപ്രയോഗത്തിൽ മാത്രം നമ്മൾ അല്പം ശ്രദ്ധിച്ചാൽ മതി. വളരെ ശ്രദ്ധയോടുകൂടി വളം ചെയ്തില്ലെങ്കിൽ രോഗബാധ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെ ചെറിയ അളവിൽ മാത്രമേ നമ്മൾ വളം ചെയ്യാവൂ. ഇതുപോലെ ജൈവ കൃഷിയിലാണ് നമ്മൾ ഈ ചെയ്യുന്നത്. ജൈവ കൃഷിയിൽ ചെയ്യുമ്പോൾ
നമ്മൾ ഊന്നുകമ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിനിപ്പോൾ നമ്മൾ ഊന്നുകമ്പ് കൊടുത്തിരിക്കുന്നത് ഈ മണ്ണ് കുറവുള്ള ഒരു സ്ഥലത്ത് ഇത് നിൽക്കുന്നതുകൊണ്ടും മറിഞ്ഞു വീഴാനുള്ള സാധ്യത വിത്തായിരുന്നപ്പോഴേ ഉള്ളതുകൊണ്ടുമാണ് നമ്മൾ ഊന്നുകമ്പ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ വാഴയ്ക്ക് നമ്മൾ ഊന്നുകമ്പ് കൊടുത്തിട്ടില്ല. പകരം ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ വാഴ ഒരു കരിപ്പോട്ടി കയർ, അതായത് ചകിരിക്കയർ ഉപയോഗിച്ച് ഈ വിത്തിൻ്റെ ചുവട് ഭാഗത്തോട്ട് പിടിച്ച് കെട്ടാനാണ്. അപ്പോൾ അത് നല്ലൊരു താങ്ങാവും. അപ്പോൾ അങ്ങനെ ചെയ്യാം നമുക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ വളരെ പ്രതീക്ഷയോടെ കൃഷി ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ഉള്ള സാഹചര്യങ്ങൾ നമുക്ക് വന്നു ചേരും. അത് വാഴയുടെ കാര്യത്തിലായാലും ഒക്കെ. അപ്പോൾ അത് നശിച്ച് പോകാനിടയാവാതെ 1 മണിക്കൂർ നമ്മുടെ ചെറിയ അധ്വാനം അതിൽ വിനിയോഗിക്കുകയാണെങ്കിൽ, ഇത്തരത്തിൽ മണ്ണുമൊക്കെ എടുത്തിട്ട് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 2-3 മാസം കഴിയുന്നുണ്ടേ ഒരു നല്ല 2 കൊല കിട്ടും. കുറഞ്ഞ പക്ഷം പച്ചയ്ക്ക് അത് വിൽക്കുമ്പോൾ തന്നെ 1000 രൂപ നമുക്കത് കിട്ടും. അതൊരു കർഷകനെ സംബന്ധിച്ചോളം വലിയ പ്രയോജനമാണ്. എന്ന് മാത്രമല്ല, നല്ല മാതൃസസ്യത്തിൻ്റെ വിത്തുകൾ ഇപ്പോഴ് ലഭ്യമാകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആരും ഇല്ലെന്നുള്ളതാണ് സത്യം. കാരണം ഇപ്പോഴെല്ലാം എല്ലാ നഴ്സറികളിലും കിട്ടുന്ന വിത്തൊക്കെ നമ്മുടെ കർഷകരുടെ കയ്യിൽ നിന്നും വാങ്ങിയതല്ല. പകരം ഈ വിത്തുകളെല്ലാം തന്നെ അന്യ സംസ്ഥാനത്തു നിന്നൊക്കെ വരുന്നവയാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. നല്ല കർഷകരുടെ കയ്യിൽ നിന്നുള്ള വിത്തുകൾ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇലഞ്ഞൂർ ബ്ലോഗ് ഇത്തരത്തിലുള്ള നല്ല മാതൃസസ്യത്തിൻ്റെ വിത്തുകൾ സംരക്ഷിക്കാൻ തന്നെ മുൻകൈയെടുത്തത്. ശക്തമായ മഴയത്ത് നമുക്ക് പുതിയ വാഴത്തൈകൾ അല്ലെങ്കിൽ പിരിച്ചു വെക്കാൻ യോജിച്ച സമയമല്ല. കാരണം എന്ന് വെച്ചാൽ, നല്ല മഴയുള്ളപ്പോൾ ഈ കുഴിയിൽ, വാഴ വെക്കുന്ന കുഴിയിൽ വെള്ളം ഇറങ്ങുവാണെങ്കിൽ നമ്മൾ പിരിച്ചു വെക്കുന്ന വാഴയുടെ ആ മാണം അഴുകിപ്പോകാൻ ഉള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുന്നതിനെ ആ വാഴ നശിക്കും. അത് നമുക്ക് ഉടനെ അറിയാനൊക്കത്തില്ല. ഏതാണ്ട് 2-3 മാസമൊക്കെ ആകുമ്പോഴത്തേനായിരിക്കും ഈ വാഴയ്ക്ക് രോഗം ഉള്ള ലക്ഷണങ്ങൾ നമ്മൾ അറിയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ സമയം നഷ്ടപ്പെടും, ഒപ്പം നമ്മുടെ അധ്വാനവും നഷ്ടപ്പെടും. അപ്പോൾ അത് വരാതിരിക്കാൻ എപ്പോഴും നമ്മൾ വാഴ വെച്ചാലും കഠിനമായ മഴയത്ത് നമ്മൾ വാഴ വെക്കരുത്. നല്ല അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വാഴ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇത്തരത്തിലുള്ള വാണം ചെയ്യലും ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്കത് പ്രയോജനമില്ലാതെ വരും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, പൂവൻവാഴയെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പൂവൻവാഴ എപ്പോൾ വെച്ചാലും പിന്നെ വളം ഇടരുത്. പൂവൻവാഴയ്ക്ക് വളം ഇടരുത്. പകരം കിളിച്ച് വന്നതിന് ശേഷം മാത്രമേ, 1-2 ഇല വന്നതിന് ശേഷം മാത്രം മിതമായ രീതിയിലുള്ള വളപ്രയോഗം ചെയ്താൽ മതി. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പച്ച ചാണകം ഒരു കാരണവശാലും വാഴയ്ക്കിടരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ പച്ച ചാണകത്തിൽ ധാരാളം കീടങ്ങൾ, പുഴുക്കളും മറ്റു കീടങ്ങളും ഒക്കെ ധാരാളമായിട്ടുണ്ട്. ഈ കീടങ്ങളൊക്കെ ഈ പച്ച ചാണകത്തിലൂടെ ഇതിൻ്റെ മാണത്തിലും പിണ്ടിയിലും ഒക്കെ കയറി പിടിക്കുകയും അങ്ങനെ മാണരോഗങ്ങളും പിണ്ടി രോഗങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പച്ചച്ചാണകം ഇടരുത്. ഒരു പക്ഷേ ചാണകം വേണമെന്ന് നിർബന്ധമാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതി എന്ന് വെച്ചാൽ, നല്ലവണ്ണം ഉണക്കി പൊടിച്ച ചാണകം അല്പം അകലെ കൂട്ടി നമുക്ക് ഇടാവുന്നതാണ്. അതല്ലെങ്കിൽ ചാണകം ഭംഗിയായിട്ട് കലക്കി നേർപ്പിച്ച രീതിയിൽ ദൂരെ കൂട്ടി നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത്തരത്തിൽ പച്ചിലവളം കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ എല്ലാ തരത്തിലുള്ള പച്ചിലകളും ഈ വാഴയുടെ ചുവട്ടിൽ കൊണ്ട് ഇടുന്നതും കോഴിയും അതുപോലെ തന്നെ മറ്റൊന്നും ചിതഞ്ഞ് കളയാതെ ഇരിക്കാൻ അതിൻ്റെ മുകളിൽ മറ്റെന്തെങ്കിലും പിന്നെ തടികളോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഒരു വാഴയ്ക്കും അമിതമായ വളപ്രയോഗം നല്ലതല്ല. കാരണം അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. മിതമായ രീതിയിൽ ക്രമമായി വാഴയ്ക്ക് വളം ചെയ്യുന്നതാണ് ഉത്തമം എന്നുള്ളതാണ് ഇലഞ്ഞൂർ ബ്ലോഗിന് നിർദ്ദേശിക്കാനുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പൂവൻവാഴ എന്ന് പറയുന്നത് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും വലിയ വരുമാന മാർഗ്ഗമാണ്. ഒരു പൂവൻവാഴയുടെ ഒരു കുലയ്ക്ക് ഏറ്റവും കുറഞ്ഞത് 500 രൂപ വരെയെങ്കിലും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പൂവൻവാഴ ഒരു പരുവം തൈവാഴ പിരിച്ചു വെക്കാവുന്ന സമയം കഴിഞ്ഞാൽ പിരിച്ചു വെക്കാനുള്ള സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നശിപ്പിക്കാതിരിക്കാൻ അതിനെ സംരക്ഷിക്കേണ്ടതാണ് നമ്മുടെ ആവശ്യം. ഒന്നാമത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുകൊണ്ട് തന്നെ രക്ഷിക്കുന്നത് നമുക്ക് വാഴ നൽകുന്നതിൻ്റെ തലയാണ്. ഇത്രമാത്രം ആത്മാർത്ഥതയുള്ള ഒരു വിള കർഷകർക്ക് മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്. രക്ഷിക്കുന്നവർക്ക് തല കൊടുക്കുന്ന ഒരേ ഒരു വിളയാണ് ഈ വാഴ, അത് ഏത് വാഴയായാലും. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ നമുക്ക് ലാഭം ഉണ്ടാക്കി തരുന്ന വാഴയാണ് ഈ പൂവൻവാഴ. ഒരു 100 മൂട് പൂവൻവാഴ വെക്കണമെങ്കിൽ അതിനകത്ത് പ്രത്യേകിച്ച് ഇന്ന മണ്ണൊന്നുമില്ല. കല്ലിൻ പ്രദേശത്തൊക്കെ പൂവൻവാഴ നല്ലവണ്ണം ഉണ്ടാവും. കഴിയുന്നതും കണ്ടങ്ങളിൽ പൂവൻവാഴ വയ്ക്കാതിരിക്കുന്നതാണ് ഉത്തമം.
നിലത്തിൽ പൂവമ്പാഴയ്ക്ക് വളരാൻ പറ്റുന്നൊരവസരമല്ല. കരപ്പുരയിടങ്ങളിലും കല്ലും പ്രദേശങ്ങളിലും പാറക്കെട്ടുകളിലും ഒക്കെ പൂവമ്പാഴ കൃഷി ചെയ്യാൻ സാധിക്കും. ആഴത്തിൽ കുഴിയെടുക്കാൻ സാധിക്കാത്ത ചില പ്രദേശങ്ങളിലും പൂവമ്പാഴ കൃഷി ചെയ്യാം. ഇലഞ്ഞൂർ വ്ളോഗ് അത് മറ്റൊരു സന്ദർഭത്തിൽ അത് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഈ രണ്ടാമത്തെ വീഡിയോയിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഏത് നിമിഷവും നിലം പൊത്താതിരുന്ന ഒരു വാഴ നമ്മൾ 1 മണിക്കൂർ കൊണ്ട് അതിന് സംരക്ഷണം ഒരുക്കി. ഇത് 2-3 മാസത്തിനകത്ത് വെച്ച് ഇതിന് കൊലയുണ്ടാവും. തീർച്ചയായിട്ടും ആ കൊല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കൂമ്പ് വരുന്നത് പോലെ കൊല വെട്ടുന്നവരെയുള്ള കാര്യങ്ങളിലൂടെ നമ്മുടെ പ്രേക്ഷകരെ നമ്മുടെ വീഡിയോയിലൂടെ കാണിക്കുന്നതാണ്. അപ്പം ഇത്തരത്തിൽ നിങ്ങളുടെ പുരയിടങ്ങളിലോ നിങ്ങൾ കൃഷി ചെയ്ത സ്ഥലങ്ങളിലോ ഒക്കെ വാഴകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ സംരക്ഷിക്കാൻ നമ്മൾ തയ്യാറാകണം. അല്ലാതെ അത് നിലം പൊത്തി പോകുന്നതിൻ വരെ കാത്തിരിക്കരുത്. നമുക്ക് നല്ല ആദായവും മനസ്സിന് സന്തോഷവും കിട്ടുന്ന ഒരു രീതിയാണ് ഇതൊക്കെ. ഒപ്പം നമ്മുടെ പ്രവൃത്തിയിലൂടെ നല്ല വിളവ് ലഭിക്കുമ്പോൾ നമുക്ക് വളരെ സംതൃപ്തിയും ലഭിക്കുന്നു, പ്രത്യേകിച്ചും പൂവമ്പാഴ. അപ്പോൾ ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. നിങ്ങളുടെയൊക്കെ പൂർണ്ണമായ പിന്തുണയും സഹായ സഹകരണങ്ങളും സാദരം പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.